കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ടോപ്പിക്സൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ക്ലാസ്സിൽ പറയുന്നത് ഹുക്സ് ലോനെ പറ്റിയാണ്. ഹുക്സ് ലോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹുക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്ട്രെസ് ടു സ്ട്രെയിൻ റേഷ്യോ ഈസ് കോൺസ്റ്റൻറ്റ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. This constant of proportionality is known as Young's modulus or modulus of elasticity. അതായത് ഹുക്സ് ലോയുടെ കേസിൽ പറയുന്നത് എന്ന് വെച്ചാൽ സ്ട്രെസ് കൂടുകയാണെങ്കിൽ സ്ട്രെയിനും കൂടും. അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ സ്ട്രെസ്സിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് സിഗ്മ എന്നാണ്. അതുപോലെ തന്നെ സ്ട്രെയിൻ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ഇ. അപ്പോൾ നമ്മളിപ്പോൾ എഴുതുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഡെറിവേഷൻ എടുത്തതാണ്. സിഗ്മ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇ ആണ്. സോ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ ഒരു കോൺസ്റ്റൻറ്റിനെയാണ് യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നൊട്ടേറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ഇ ആണ്. സോ അത്രയാണ് ഹുക്സ് ലോ പറയുന്നത്. ഹുക്സ് ലോ സാധാരണ ചോദിക്കാറുണ്ട്. ഡെഫിനേഷൻ എഴുതാം. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. അടുത്തത് ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്നാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ മൈൽഡ് സ്റ്റീൽ. സോ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് ആക്സിസിൽ സ്ട്രെയിനും വൈ ആക്സിസിൽ സ്ട്രെസ്സും ആണ് കൊടുത്തിട്ടുള്ളത്. സോ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒ, എ, ബി, സി, ഡി, ഇ, എഫ്. ഒ എന്ന് പറയുന്ന പോയിൻ്റാണ് ഒറിജിൻ. ഈ ഒറിജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും 0 ആയിരിക്കും. അതായത് സ്ട്രെസ്സും ഇൻക്രീസ് ചെയ്യണില്ല, സ്ട്രെയിനും ഇൻക്രീസ് ചെയ്യണില്ല. 0 സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അവിടെ നിന്ന് എയിലേക്ക് വരും തോറും അതിൻ്റെ പേര് എന്ന് പറഞ്ഞ പോയിന്റിനെ പറയുന്നത് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി എന്നാണ്. ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി എന്ന് പറയുമ്പോൾ ഒ എ എന്ന് പറഞ്ഞൊരു പോർഷൻ എടുക്കാമെന്ന് വയ്ക്കുക. ഒ എ എന്ന് പറഞ്ഞ പോർഷൻ ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഹുക്സ് ലോ ഒബേ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ്സ് സ്ട്രെയിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് സ്ട്രെസ്സ് കൂടുകയാണെങ്കിൽ സ്ട്രെയിനും കൂടും. അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി എന്ന് പറയുന്നത്. ഇനി ബിയിലേക്ക് വരികയാണെങ്കിൽ ആ പോയിന്റിനെ പറയുന്നതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ സിയിലേക്ക് വരികയാണെങ്കിൽ അതിനെ അപ്പർ ഈൽഡ് പോയിൻ്റ് എന്നും പറയും. ആ ഒരു സ്ഥലത്തുള്ള സ്ട്രെസ്സിനെ പറയുന്നതാണ് ഈൽഡ് സ്ട്രെസ്സ്. പോയിന്റ് സിയിലുള്ള സ്ട്രെസ്സിനെ പറയുന്നതാണ് ഈൽഡ് സ്ട്രെങ്ത്. അത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിയിലേക്ക് വരും തോറും എന്താ സംഭവിക്കുന്നത്? ഫിഗർ കാണുമ്പോൾ പറയാം ഒരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. സോ നമ്മൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ സ്ട്രെസ് എന്ത് ചെയ്തു? കുറഞ്ഞു. സ്ട്രെയിൻ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തു. സോ ആ പോയിന്റിനെ പറയുന്നതാണ് ലോവർ ഈൽഡ് പോയിന്റ്. അവിടുന്ന് കുറച്ചും കൂടി ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത്. പോയിന്റ് ഇയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു മൂവ്മെൻ്റ് ആണ് ഉണ്ടാവുന്നത്. സോ അവിടെ എന്താ ഉണ്ടാവുന്നത്? സ്ട്രെസ്സിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ മാക്സിമം സ്ട്രെസ്സാണ്. ഒരു മെറ്റീരിയലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം സ്ട്രെസ്സിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോയിന്റ് ഇനെ പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. പിന്നെ അവിടെ നിന്ന് ഡീഫോർമേഷൻ സംഭവിച്ച് എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യുകയാണ്. എഫിലേക്ക് വരും തോറും മെറ്റീരിയൽ കംപ്ലീറ്റ്ലി ബ്രേക്കായി. സോ ആ ഒരു പോയിന്റിനെ പറയുന്നതാണ് എന്താ? ബ്രേക്കിംഗ് പോയിന്റ് എന്ന്. സോ ഇത്രയാണ് എല്ലാ വർഷം ഓരോവിധം എല്ലാ പേപ്പേഴ്സിലും ചോദിക്കുന്നതാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ മൈൽഡ് സ്റ്റീലും അതുപോലെ ഹുക്സ് ലോയൊക്കെ ചോദിക്കാറുണ്ട്. സോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിഗർ വരയ്ക്കുക, ഓരോ പോയിന്റ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.